സംഘടന ഇല്ല, പക്ഷേ ചില നേതാക്കന്മാരെ ചില ആയത്തുകളൊക്കെ സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയ തെളിവാണ്. എന്താണ് ശരിക്കും സംഘടനകളോട് നിലപാട്? അതെ, അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം ഞാൻ പുതിയൊരു വിഷയമല്ല. കാരണം നമുക്കറിയാം അതായത് ചോദ്യത്തിന്റെ മർമ്മം എത്രയാണ്, ഇസ്ലാമികമായ സംഘടനകൾ ഉണ്ടാക്കാൻ പാടുണ്ടോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇസ്ലാമികമായ സംഘടനകൾ ഉണ്ടാക്കാൻ ഖുറാനിലും ഹദീസിലൊക്കെ തെളിവുണ്ട്, അല്ലെങ്കിൽ ഖുറാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് നമ്മളിങ്ങനെ സംഘടന ഒന്നും ഇല്ലാതെ നിൽക്കുന്നത് എന്നാണ് പ്രസക്തമായ ചോദ്യമാണ്. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യാത്തതോ അറിയാത്തതായ വിഷയമല്ല. കാരണം സംഘടനകൾ വന്നിട്ട് ഏകദേശം 100ഓളം വർഷങ്ങൾ ആവുന്നുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം കഴിഞ്ഞ് 1447 വർഷങ്ങൾ കഴിഞ്ഞു. ഇതിൽ അവസാനത്തെ ഒരു 100 കൊല്ലത്തിലാണ് സംഘടനകളും മറ്റും വന്നിട്ടുള്ളത്. തീർച്ചയായും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഘടനകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ നിലപാടിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഇത്തരം സംഘടനകൾ ഖുർആനിനും സുന്നത്തിനും നാം ഈ പറഞ്ഞ മൻഹജു സലഫിനും അനുസരിച്ച് യോജിക്കുന്ന രീതിശാസ്ത്രമാണ് നിലകൊള്ളുന്നത് എങ്കിൽ, ഒരു നാട്ടിൽ അത് അനിവാര്യമാണ് എങ്കിൽ അത്തരം സംഘടനകൾ ഉണ്ടാക്കുകയോ അതിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് തെറ്റല്ല. കാരണം അവിടെ പുതുതായി അവരൊന്നും ഉണ്ടാക്കുന്നില്ല. ഇത് ഭൗതികമായ ഒരു സംവിധാനങ്ങൾ മാത്രമാണ്. അതല്ലാതെ ഇതിലൂടെ ഇത് ചെയ്താൽ മാത്രമേ പുണ്യം ലഭിക്കുകയുള്ളൂ എന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു അമലായിട്ടോ ഇബാദത്തായിട്ടോ കൊണ്ടുവരുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ബിദ്അത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇത് ചെയ്യുന്നതിൽ പ്രത്യേകം പ്രതിഫലമുണ്ട്. സംഘടന ഇല്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അമല് ശരിയാവുകയില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദഅവത്തിനാണ് സംഘടന ഉപയോഗിക്കുന്നത് എങ്കിൽ സംഘടന ഇല്ലാതെ ദഅവത്ത് ചെയ്താൽ അത് ശരിയാവുകയില്ല എന്ന വിശ്വാസം ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അത് ബിദ്അത്തായ വിശ്വാസമാണ്. കാരണം എങ്ങനെയാണ് ഒരാൾക്ക് അത്രയും ബുദ്ധിയില്ലാതായി തീരുക? കഴിഞ്ഞ 1300 വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘടനകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഇല്ലാതെ മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അവർ ദീന് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ രാജ്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംഘടന ഉണ്ടായാൽ മാത്രമേ ദീനുള്ളൂ, സംഘടന ഇല്ലെങ്കിൽ ദീനില്ല, സംഘടന ഇല്ലെങ്കിൽ ദഅവത്തില്ല എന്ന ബാലിശമായ വിശ്വാസം ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അത് എത്ര വലിയ അബദ്ധമാണ്. അവർ യഥാർത്ഥത്തിൽ എന്താണ് അതിൽപ്പെട്ടതാണ് ചില ആളുകൾ ഖുറാനും ഹദീസും ഒക്കെ ഓതിയിട്ട് സംഘടന ഉണ്ടാക്കാനുള്ള തെളിവാണ്. എത്രത്തോളം ഖുറാനിൽ ചില കൽപ്പനകൾ പറഞ്ഞിട്ട് അത് സംഘടനക്കുള്ള തെളിവാണെന്നാണ് പറയുന്നത്. യഥാർത്ഥ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കൂ, അത് സംഘടനകൾക്കുള്ള തെളിവാണെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞു പോയ ഇത്രയും കാലഘട്ടത്തിൽ സംഘടനകൾ ഉണ്ടാക്കിയിട്ടില്ല? കാരണം സംഘടന ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായ എന്തെങ്കിലും ടെക്നോളജി കണ്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടാക്കിക്കൂടെ? സംഘടന ഉണ്ടാക്കാൻ പറഞ്ഞ എന്താ കാര്യം? കുറച്ച് ആൾക്കാർ കൂടി ഈ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, എന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന് പ്രവർത്തിക്കണം, ഇന്ന ഏരിയയിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്ന ചെറിയൊരു സെറ്റപ്പ് അല്ലേ? ഇതിനൊരു കാലഘട്ടത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്ന് മൈക്കുള്ളത് പോലെ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരേണ്ട കാര്യമല്ലല്ലോ. അല്ല. അപ്പൊ ഈ ആയത്തുകളിൽ താല്പര്യം സംഘടന ഉണ്ടാക്കുക എന്നതാണ് എങ്കിൽ ഇത്രയും കാലമുള്ള ആളുകൾക്ക് ഈ ആയത്തിന്റെ താല്പര്യം മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും. മറിച്ച് ഈ ആയത്തിന്റെ താല്പര്യം എന്തുമാത്രമാണ്? നിങ്ങൾ ഒറ്റക്കൊറ്റക്കല്ല, നിങ്ങൾ കൂട്ടമായി പരിശ്രമിക്കൂ, നിങ്ങൾ കൂട്ടമായി ഒരുമിച്ച് ഹക്കിന് വേണ്ടി ഒരുമിച്ച് നിലകൊള്ളൂ എന്നതാണ് ഈ ആയത്തുകളുടെയും ഹദീസുകളുടെ കാകത്തുക. ഇല്ലാന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെ കൂട്ടമായി പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ അയാൾ ഈ ആയത്തിന്റെ പരിധിയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അയാൾ ഈ ആയത്തിനെതിരായിട്ടില്ല. ഒരാൾ സംഘടന ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽ ചേർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇയാൾ ഒരിക്കലും ഈ ആയത്തിനെതിരായിട്ടില്ല. മറിച്ച് കൂട്ടമായി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ ഇഷ്കാൽ ബാക്കിയുള്ളത് എന്താണ്? ഒരു നാട്ടില് സംഘടന ഇല്ലെങ്കിൽ ദഅവത്ത് നടത്താൻ സാധിക്കുകയില്ല എന്ന് വരികയാണെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടി നമുക്കത് നിർബന്ധമായി ഉണ്ടാക്കേണ്ടി വരും. കാരണം ഈ ദീൻ എത്തിക്കുക എന്നുള്ള ബാധ്യത നമുക്കുണ്ട്. സംഘടന ഇല്ലെങ്കിൽ അവിടെ ദഅവത്തെ നടക്കുകയില്ല എന്നൊരു രാജ്യം പറയുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പരിപാടി നടത്തണമെങ്കിൽ, ഒരു പ്രോഗ്രാം നടത്തുന്നെങ്കിൽ ഇവിടെ പ്രാദേശികമായി ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടല്ലാതെ നിങ്ങൾക്കത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യേണ്ടി വരും, യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മുടെ നാടുകളിലെ പോലെ അങ്ങനെ സംഘടന ഇല്ലെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ട്രസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിന്റെയോ പേരിൽ ദഅവത്ത് നടത്താമെങ്കിൽ ഇവിടെ നമുക്ക് നിർബന്ധമുണ്ടെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അൽഹംദുലില്ലാ, നമ്മൾ ഈ നടത്തുന്ന പല പരിപാടികളും നമ്മൾ സംഘടനയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടതല്ല, നമുക്കൊരു ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തുകൊണ്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ പരിഹസിച്ച് പറയും, ഇവർ സംഘടന വേണ്ട എന്ന് പറയുന്ന, എന്നിട്ട് എന്നാൽ ഇവർക്ക് ഇന്ന ട്രസ്റ്റ് ഉണ്ട്, നമ്മൾ ആരും ട്രസ്റ്റ് ഉണ്ടാക്കണ്ട എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സംഘടനയുടെ പേരിൽ കക്ഷിത്വം കാണിക്കരുത് എന്ന് മാത്രമാണ് പറയുന്നത്. അതല്ലാതെ ഒരു ഭൗതികമായ ഒരു സെറ്റപ്പ് എന്നുള്ള നിലക്ക് ഒരു സംഘടന ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബിദ്അത്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഹറാമാണെന്ന് ആരും പറയുന്നില്ല. മറിച്ച് സംഘടനക്ക് പണ്ഡിതന്മാരത് ഉണ്ടാക്കുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാ ഉലമാക്കളും ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ പേരിൽ അതിലുള്ള ആൾക്കാരോട് മാത്രം ഇഷ്ടപ്പെടുക, ആ സംഘടനയിൽ ചേർന്നിട്ടില്ലെങ്കിൽ ഓനൊരു വില കുറച്ച് കാണുക. കാരണം ഓൻ നമ്മളെ സംഘടനയിലോ നമ്മളെ മീറ്റിങ്ങിലോ ഒന്നുമില്ല. അവൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, പള്ളിയിൽ വരുന്നുണ്ടാകും, അവൻ ആ നിലക്ക് അവൻ സാധിക്കുന്ന പോലെ ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുന്നുണ്ടാകും. നമുക്ക് എന്തിനാണ് അയാളുടെ വെറുപ്പുണ്ടാകുന്നത്? അങ്ങനെ ഒരു വെറുപ്പുണ്ടെങ്കിൽ അതല്ലേ കക്ഷിത്വം എന്ന് പറയുന്നത്. അയാൾ വേറൊരു മാസിയത്ത് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ വേറൊരു ബിദഅത്തുകൾ ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഒരു വിശ്വാസ കാര്യങ്ങൾ, വിശ്വസിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒരു അബദ്ധം പിണഞ്ഞതായിട്ട് നമുക്കറിയില്ല. അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടതായ വലിയ വൻപാപങ്ങൾ പ്രചരിപ്പിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരാളോ ആയിട്ട് നമുക്കൊരു ഒഴിവാക്കി മാറ്റി നിർത്തപ്പെടേണ്ടതായി ഒന്നും അയാൾ കാണുന്നില്ല. ഒരാളുടെ രഹസ്യം നോക്കാനുള്ള ബാധ്യത നമുക്കില്ല, അല്ലെങ്കിൽ പരസ്യമായി കാണുന്നതിനനുസരിച്ച് നമുക്ക് ഒരാൾ വിധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും കാണുന്നില്ല. അയാൾ നമ്മൾ വെറുക്കുക. എന്താ കാരണം? നമ്മുടെ സംഘടനയിലില്ല. നമ്മുടെ സംഘടനയിലുള്ള ആൾക്കാരോട് പ്രത്യേക സ്നേഹം, നമ്മുടെ സംഘടനയിൽ ഇല്ലാത്ത ആളുകളോട് ഒരു സ്നേഹമില്ലായ്മ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അവനോടൊരു വെറുപ്പ്, അവനൊരു വില കുറച്ച് കാണുക, അവനെന്തോ വലിയ കാര്യങ്ങൾ ഒഴിവാക്കിയവരാണ് എന്ന രൂപത്തിൽ വിശദീകരിക്കുക എന്ന് പറയുന്നത് അബദ്ധമാണ്. അഹ്ലുസുന്നത്തിന്റെ ഒരു ആലിമും, സഹോദരൻ മനസ്സിലാക്കുക, ഒരു ആലിമും പറഞ്ഞിട്ടില്ല എന്ത് സംഘടന ഇല്ലാതെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ദഅവത്ത് ശരിയാവുകയില്ല എന്നോ, നിങ്ങൾ വലിയൊരു അബദ്ധമാണ് ചെയ്തത്, നിങ്ങൾ കൂട്ടായ പ്രവർത്തനമൊന്നും ശരിയാവുകയില്ല, സംഘടന തന്നെ നിങ്ങൾക്ക് വേണം എന്ന് അഹ്ലുസുന്നത്തിൽ ഒരു ആലിമും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ആളുകൾ കൊണ്ടുവരട്ടെ. ലോകത്ത് ഏതെങ്കിലും ആലിം പറയും നാട്ടിൽ സംഘടന ഉണ്ടെങ്കിൽ ആ നാട്ടിൽ എല്ലാവർക്കും അതിലേക്ക് ചേരൽ ബാധ്യതയാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ തെളിവ് കൊണ്ടട്ടെ. പലപ്പോഴും ഇതിന് ഇത്തരം ആളുകൾ കൊണ്ടുവരാറുള്ള തെളിവെന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭരണാധികാരി ഒരു നാട്ടിലുണ്ടാകുമ്പോൾ അയാൾക്ക് നൽകേണ്ട ബൈഅത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരിക്കും. ഇപ്പൊ മുസ്ലിം ഭരണാധികാരിക്ക് ബൈഅത്ത് കൊടുക്കാന്നുള്ള നിർബന്ധമാണ്. സൗദി അറേബ്യയിലെ രാജാവ് ഉണ്ടാകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഞാൻ ബൈഅത്തും ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ മാത്തമീത്തത്തിൻ ജാഹിലിയ, അവൻ ജാഹിലിയ മരണമാണ് വരിച്ചിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും ഇത്തരത്തിലുള്ള മുസ്ലിം ഭരണാധികാരികൾക്ക് കൊടുക്കേണ്ടതായ ബൈഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് പലപ്പോഴും പല സംഘടനകൾ ഉണ്ടാക്കിയ ആളുകൾ കൊണ്ടുവന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമി ഈ രൂപത്തിൽ സംഘടനയിൽ പ്രവർത്തിക്കണമെന്ന് പറയാൻ ഇങ്ങനെ ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവരുന്ന ആ തെളിവുകളൊക്കെ നമുക്ക് നോക്കിയാൽ ഈ പറയുന്ന തെളിവിലായിരിക്കും. മുസ്ലിം ഭരണാധികാരികൾ കൊടുക്കേണ്ട ബൈഅത്തുമായി ബന്ധപ്പെട്ട വിഷയം തെളിവൊക്കെ ഉദ്ധരിച്ചിട്ട് ഇവിടെ എല്ലാവരും അവർ സംഘടനയിൽ ചേർന്നിരിക്കണം, അവർ സംഘടനയിൽ ചേരാത്തവൻ ജമാഅത്തിന് സുന്നത്ത് ജമാഅത്തിനെതിരായി എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കും. അത് പിന്നീട് പല ഇസ്ലാഹി സംഘടനകളും അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘടന വേണ്ട എന്ന് ആരെങ്കിലും പറയുമ്പോൾ മറുപടി പറയുന്നിടത്തൊക്കെ ഈ തെളിവുകൾ ഇങ്ങനെ ഉദ്ധരിക്കുക. എത്ര വിഡിത്തമാണ് അത്! പഠിച്ച പണ്ഡിതന്മാർ പോലും ഇത് പറയുന്നു, അല്ലെങ്കിൽ സലഫി പണ്ഡിതന്മാരെ കാണാനും അവരുമായി സംസാരിക്കാനും സാധിക്കുന്ന ആളുകൾ പോലും ഇത് പറയുന്നു എന്ന് പറയുന്നത് നമുക്ക് ആശ്ചര്യം ഉളവാക്കുന്ന കാര്യം. എങ്ങനെയാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത്? സംഘടന ഉണ്ടാക്കൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമാണ്, അത് ഉണ്ടാക്കാത്ത ആളുകൾ ഈ ആയത്തിനെതിരായി എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ സാധിക്കും? വിവരമുള്ള ഒരാൾ അത് പറയുകയില്ല. കാരണം പണ്ഡിതന്മാരിൽ ഒരാളും പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ഉണ്ടാക്കാൻ പാടുണ്ടോ? ഈ പറയുന്ന നിബന്ധനകൾ അനുസരിച്ച് ഒരു നാടിന് ആവശ്യമുണ്ട്, ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഒരുപാട് മസ്ലഹത്തുണ്ട്. അല്ല, ചില നാടുകളാണ്, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അതിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ട് സ്വീകരിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ദാവ ഒരു മേഖല ഒരു ക്ലാസ് വെക്കണമെങ്കിൽ ഇതാരാണെന്ന് അറിയണമല്ലോ. അപ്പൊ ഇന്ന ലേബലിലുള്ള ആളുകളാണ്, അത് രജിസ്റ്റർ ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകും, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരാൾ വേണം, പ്രസിഡന്റ് വേണം, സെക്രട്ടറി വേണം. അങ്ങനെ ഒരു പേരിൽ ഒരാൾ സംഘടന ഉണ്ടാക്കുന്നുണ്ട്, ഒരാൾക്കൂടെ എതിർപ്പില്ല. നമ്മളാരും പറയുന്നില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അതിന്റെ പേരിൽ മാത്രം അങ്ങനെ ഒരു വിഭാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ മാത്രം അവരെ വെറുക്കണം, അവർ സംഘടനക്കാരനാണ്, അവരെ വെറുക്കണം, സംഘടനയുള്ള ഹിസ്ബിയത്താണ്. അല്ല, നമ്മൾ പറയുന്നത് ഈ നിബന്ധനകളൊന്നും പാലിക്കാതെ ഇത് നിയന്ത്രിക്കുന്നത് ദീന് പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ മാറിയിരിക്കുക, ദീന് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ അങ്ങോട്ട് മാറിയിരിക്കുക. എന്നിട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ മേഖലയിൽ മറ്റുമൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാർ ഇവർ തീരുമാനിക്കുക, നീ അത് പറയണം, നീ ഇത് പറയാൻ പാടില്ല, നീ അത് പറഞ്ഞാൽ നിന്നെ പുറത്താക്കും. ഇത് നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാണ്. ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ ഇത്രയോ ആൾക്കാർ ഇവിടെ പലപ്പോഴും പല സംഘടനകളും മാതൃസംഘടനകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കാരണം ഇപ്പുറത്ത് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള അറിവ് പഠിച്ചവരെ മറ്റോ ആയിരിക്കില്ല. അപ്പോൾ അവർ പറയില്ല, ഇന്നാൾ മാറിയിരിക്കുക, ഇന്നാൾ സംസാരിക്കരുത്, ഞാനാണ് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുക. അറിവുള്ളവരൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് രാഷ്ട്രീയക്കാരൊക്കെ ഇടപെടാനോ അവരോട് സംസാരിക്കാനൊക്കെ എനിക്കാണ് അതിനുള്ള കഴിവുള്ളത് എന്നുള്ള നിലക്ക് സംസാരിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞല്ല, ഇത്ര സംഘടനകൾ ഉണ്ടാക്കുമ്പോൾ അറിവുള്ള ആളുകൾ അതിന് നേതൃത്വത്തിൽ കാര്യപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അതിനെ പഴച്ചുപോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള നിബന്ധനകൾ പറയുമ്പോൾ ചില ആൾക്ക് പരിഹാസമാണ്. ഷുറൂത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് ഷർത്തുണ്ട്, എല്ലാത്തിനും ഷർത്ത്. ശരിയാണ്, എല്ലാത്തിനും ഷർത്തുണ്ട്, എല്ലാ ഷർത്തും പാലിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. എല്ലാത്തിനും ഷർത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് പാലിക്കേണ്ടതെന്നാണോ? ഷർത്തിന് അതിന്റെ വാല്യൂ ഇല്ലേ? ഷർത്തില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനം അത് ശരിയായതാകണമെങ്കിൽ അതിന് പാലിക്കപ്പെടേണ്ട നിബന്ധനകളില്ലേ? അത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്ക് സംഘടന ഒരാൾ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് അതിന്റെ പേരിൽ ഒരാളോട് ഒരു വെറുപ്പില്ല. അതിന്റെ പേരിൽ നമുക്ക് ഒരാളോട് വെറുപ്പില്ല. നീ സംഘടന ഉണ്ടാക്കിയത് കൊണ്ടൊരു വെറുപ്പ് ഇല്ല. മറിച്ച് നമുക്ക് അതിന്റെ പേരിൽ കക്ഷിത്വം ഉണ്ടാക്കുക, അത് ചെയ്യാൻ പാടില്ല. അതിൽ മെമ്പറുള്ള ആൾക്കാരോട് മാത്രം ഇഷ്ടപ്പെടുക, അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ അയാളെ വെറുക്കുക. ഇത് ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള
ജാഹിലിയത്തിലെ ഹിസ്ബിയത്താണ്. അത് പാടില്ല. മറിച്ച് നമുക്ക് സ്നേഹവും വെറുപ്പും ഒക്കെ മാനദണ്ഡം ഈ പറഞ്ഞ സലഫിയത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മനസ്സിലാക്കുക. അല്ലാഹു അഅലം.